കൊല്ലം കൊട്ടാരക്കര ബെവറേജസ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാനെത്തിയ ആൾ മാനേജറുടെ തല അടിച്ചു പൊട്ടിച്ചു. തലയ്ക്ക് പരിക്കുപറ്റിയ ജീവനക്കാരൻ ബസ്സിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ബിയർ കുപ്പി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഞാനോട് പിടിച്ച് വലിച്ചു കിട്ടാ അവരവിടെ നിന്നതാ. എന്നാൽ അവിടെ നിന്നോ അടുത്തമാരൊന്നും ആയിട്ടില്ല. അപ്പോഴത്തെ പോലീസിനെ വിളിക്കാനാണ്. അപ്പൊ അത് പൊട്ടിച്ചാ പോയിരുന്ന അടിച്ച് പൊട്ടിച്ചാ പോയിരുന്ന ഹോസ്പിറ്റലിൽ പോയാൽ പക്ഷേ പുള്ളി വന്നില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മാരനാ പോയിക്കുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ബിയർ കുപ്പി കൊണ്ട് ഈ അക്രമി മാനേജറുടെ തല അടിച്ചു പൊട്ടിക്കുന്നത്. എന്താണ് സംഭവത്തിന് കാരണം? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഈ പരിക്കേറ്റ മാനേജറുടെ, ബെവറേജസ് കോർപ്പറേഷൻ മാനേജറുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ആരോഗ്യനില എങ്ങനെയാണ്? തോമസ്, കഴിഞ്ഞ ദിവസം 8:30 കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ബിവറേജ് കോർപ്പറേഷനിലെത്തി മദ്യം വാങ്ങാനായി വന്നവരാണ് ഇവർ. വെട്ടിക്കവല സ്വദേശികളാണെന്നാണ് പോലീസിന് ഇപ്പോൾ സൂചന ലഭ്യമായിരിക്കുന്നത്. ഇവരാണ് ഇത്തരത്തിലുള്ളൊരു അക്രമം നടത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. 2 യുവാക്കളാണ്. ഇതിനോടൊപ്പം നിന്ന ഒരാൾ മൊബൈൽ ഫോൺ ചിത്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രകോപിതനായ ജീവനക്കാരൻ മൊബൈൽ ഫോൺ തട്ടി നീക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അങ്ങനെയാണ് മറ്റേ ബിയർ കുപ്പി എടുത്ത് അയാളുടെ തലയിലേക്ക് അടിക്കുന്നത്. ഇതാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ജീവനക്കാരൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയായിരുന്നു കഴിഞ്ഞ ദിവസം. എന്നിട്ട് അയാൾ ഇപ്പോൾ കൊട്ടാരക്കര പോലീസിൽ പരാതി നൽകി. പോലീസ് വന്ന ദൃശ്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് പ്രതികളെ പിടികൂടാനുള്ള വലിയൊരു ശ്രമത്തിലാണ്. എന്തായാലും ഇപ്പോൾ പരിക്ക് പറ്റിയാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. വിനീഷ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആദ്യം ഈ മാനേജറുടെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ട് അടിക്കുന്നുണ്ട്. അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഈ അക്രമിയെ ബിവറേജസിൽ മദ്യം വാങ്ങാനെത്തിയ മറ്റുള്ളവർ തടഞ്ഞു വെക്കുന്നു. പക്ഷെ അവരെ തള്ളി നീക്കി പുറത്തേക്ക് രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ രക്ഷപ്പെടുമ്പോൾ ബിവറേജസിൻ്റെ ആ വാതിൽ തന്നെ അടിച്ച് തകർക്കുന്നുണ്ട്. ഈ അക്രമിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണോ അതോ മദ്യലഹരിയിലായിരുന്നോ ആക്രമണം? ടോം, നമ്മൾ ഈ സംഭവത്തെ കുറിച്ച് തിരക്കിയപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്നലെ ഈ വൈകുന്നേരത്തിൽ കൂടി 8:30 കൂടിയാണ് രണ്ടുപേർ എത്തുന്നത്. അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന മറ്റൊരാളെയും കൂടി കാണാൻ കഴിയുന്നുണ്ട്. ഹെൽമറ്റ് വെച്ച് ഒരാൾ മുഖം പൂർണ്ണമായി മൂടിയ സാഹചര്യത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ ഇത്തരം മുഖം മറച്ചുകൊണ്ട് ഈ ബിവറേജ് കോർപ്പറേഷനിൽ എത്തുകയും മദ്യം വാങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ അവിടെ നടന്നു എന്ന് പറയുന്നുണ്ട്. ഈ യുവാക്കളും ഈ ഹെൽമറ്റ് ധാരിയുമായിട്ട് ചില തർക്കങ്ങളുണ്ടായി. ഇതിൽ പ്രകോപിതരായ യുവാവിൽ ഒരാളാണ് മൊബൈലിൽ ഈ രംഗങ്ങൾ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ ജീവനക്കാരുടെ, അതായത് വനിതാ ജീവനക്കാരടക്കം ആ കൗണ്ടറിൽ ഉണ്ടായിരുന്നു, അവരുടെ എല്ലാം ദൃശ്യങ്ങൾ ഇയാൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. അപ്പോൾ ഇത് ചോദ്യം ചെയ്തിരുന്നു എന്ന് പറയുന്നു ജീവനക്കാരൻ. ഇതിൽ പ്രകോപിതനായ യുവാവാണ് ഈ അക്രമം നടത്തിയത്. ഉടൻ തന്നെ കയ്യിലിരുന്ന ഒരു ബിയർ കുപ്പിയെടുത്ത് അയാളുടെ തലയിലേക്ക് അടിക്കുകയായിരുന്നു. ആ കൃത്യമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അയാളുടെ തലയിലേക്ക് അടിക്കുന്നത്. അപ്പോൾ തലയ്ക്ക് 3 തുന്നൽ വേണ്ടി വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു. ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കൊട്ടാരക്കര പോലീസ്. ഇവരുടെ വീട്ടിൽ അന്വേഷിച്ചെത്തി. അപ്പോൾ പക്ഷേ ഇപ്പോൾ പ്രതികൾ 2 പേരും ഒളിവിലാണ് എന്നുള്ളത് സൂചനയാണ് പോലീസിന് ലഭ്യമാകുന്നത്. എന്തായാലും അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. മറ്റേതെങ്കിലും ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പ്രതികളായിട്ടുള്ള വ്യക്തികളാണോ ഈ 2 പേരും? ഈ അക്രമ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നിലവിൽ പ്രതി ചേർത്തിട്ടുള്ളവർ? അത്തരത്തിലുള്ള സൂചന പോലീസ് ലഭ്യമാകുന്നില്ല. എന്നാലും പ്രതികളെ കുറിച്ച് സൂചന ലഭ്യമായിട്ടുണ്ട്. പക്ഷെ അവർ മുൻപ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതിനെ കുറിച്ച് എല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെയൊന്നുമില്ലെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. പ്രതികളെ പിടികൂടുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ കൂടി വ്യക്തമാവും തോന്നും. എന്തായാലും എന്താണ് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ചെല്ലാം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജീവനക്കാരന് നേരെ ഇങ്ങനെ ഒരു ആക്രമം ഉണ്ടാകുന്നു. നമ്മൾ ജീവനക്കാരനുമായിട്ട് അല്പസമയം മുന്നേ സംസാരിച്ചപ്പോൾ അറിയാം 8:45 കൂടിയായി ബിവറേജ് കോർപ്പറേഷൻ അടയ്ക്കേണ്ട സമയമായപ്പോൾ വലിയ തിരക്കാണ്
തിരക്കായിരുന്നു, നിരവധി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നും അയാൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും, അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ജീവനക്കാർ ഉൾപ്പെടെ അയാളെ പിടിച്ച് ഈ ഷോപ്പിനുള്ളിലേക്ക് കൊണ്ടുവരുന്നതും കാണാൻ കഴിയും. എന്നിട്ടാണ് അവിടെ നിന്ന് കുതിരി ഇയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ ദൃശ്യങ്ങൾ വ്യക്തമാണ്, ഇതിൽ ഈ പ്രതികളുടെ മുഖം വ്യക്തമാണ്. അപ്പോൾ വെട്ടിക്കവല ഉള്ള സ്വദേശികളാണ് 2 പേർ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഉടൻ തന്നെ പ്രതികൾ പിടിയിലാകും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. യെസ്, വ്യക്തമാണ്. വിനീഷാണ് കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊട്ടാരക്കര ബിവറേജസ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാനെത്തിയ ആളാണ് മാനേജറുടെ തല അടിച്ചു പൊട്ടിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.